വെൽക്കം ബാക്ക് ജോക്കർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് നോർമലി എൻ്റെ ഐഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. സോ ഇതിലാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ നമ്മളെ വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഓസ്മോൻ്റെ പോക്കറ്റ് 3 ആയി. ഇപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയും ചേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് കുറച്ചും കൂടി കംഫർട്ടാണ് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ സാധാരണ ട്രൈപ്പോഡിലൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കൽ. പക്ഷേ എനിക്ക് കുറച്ച് ലോങ്ങിൽ വെച്ചിട്ട് 2x ഒക്കെ വെച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇത് ലെവലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷേ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വീഡിയോയുടെ ക്ലാരിറ്റിയും മാറിയിട്ടുണ്ട്. അത് 1 ഇഞ്ച് സെൻസറാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതുപോലെ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മഹീന്ദ്ര ഷോറൂമിൻ്റെ മരടിലെ മഹീന്ദ്ര ഷോറൂമിൻ്റെ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. ഞാനത് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളിപ്പോ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലിയും മരടിലുള്ള വയലാട് മഹേന്ദ്രയ്ക്ക് നമ്മുടെ പുതിയ B6 വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയപ്പോ അവിടെ ചില ബാഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ പോയി കാർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കർട്ടൻ റൈസർ ഇല്ല. കർട്ടൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർട്ടൻ റൈസർ വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 31 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. വണ്ടിയിൽ നിന്ന് നോക്കിയപ്പോൾ മൊത്തം സ്ക്രാച്ച്. അപ്പൊ ഈ 2 കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞപ്പോൾ ബാക്കിത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് കർട്ടൻ റൈസറിൽ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരുമാതിരി വർത്താനം. അപ്പൊ നമ്മളും റൈസായി. നമ്മൾ ഇത്രയും പൈസക്ക് വണ്ടി എടുക്കാൻ വന്നിട്ട് എന്തിനാ നമ്മൾ ഇവരുടെ വായിക്കുന്ന കേൾക്കുന്നത്? അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോളാ. അങ്ങനെ നമ്മൾ റേസായി ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞപ്പോ. അങ്ങനെ അവര് റേസായി. അവരൊരു 5 സെക്കൻഡിനുള്ളിൽ മൊത്തം ആൾക്കാർ നമ്മളെ അടിക്കുന്ന രീതിയിലാണ് വന്നത്. ആ ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത് ആ സമയത്ത്. ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാരും ഒരു സർക്കിളില്, ബാക്കി അവര് ഫുള്ള് നമ്മളെ വളഞ്ഞിട്ട്. ഫസ്റ്റ് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മള് പോലീസിനെ വിളിച്ചു, ഇങ്ങനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഷോറൂംമാര് നമ്മളായിട്ട് റോങ് ആണെന്ന്. ആ സമയത്ത് മാനേജർ വന്ന് നമ്മൾ റൂമിൽ കൊണ്ടുപോയി അവിടുന്ന് ഓൾമോസ്റ്റ് സ്ക്രാച്ചുകളൊക്കെ മാറ്റി തരാം, അഫാളുടെ മിസ്ബിഹേവിന് സോറി എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ മാനേജർ പറഞ്ഞു കർട്ടൻ റൈസർ നമ്മൾ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. കർട്ടൻ റൈസർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ വീണ്ടും ഇവന്മാര് നമ്മൾ പ്രൊവോക്ക് ചെയ്യുക, അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുക. ഒരുത്തൻ അതിൽ തുണി പൊക്കി കാണിച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വിളിച്ച്. ഇങ്ങനെയാണ് ഒരു സ്റ്റാഫ് വണ്ടി എടുക്കാൻ വന്നിട്ട് നമ്മളോട് പെരുമാറേണ്ടത്. നമ്മള് പൈസയും കൊടുക്കുന്നതാണ് ഇവരെ വായിരിക്കുന്ന തെറിയും കേൾക്കണം. എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിലുള്ളത്. അതേപോലെ മാനേജ്മെന്റ് പക്ക ഫ്ലോപ്പാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായി ഓൾറെഡി. രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, രണ്ടാമത്തെ പ്രശ്നം അവിടെ വരാനും പാടില്ല. പക്ഷെ മാനേജർ പറയണൊന്നും ആരും കേൾക്കണില്ല, സ്റ്റാഫുകൾ കേൾക്കണില്ല. അല്ല നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടുപോയത്. പിന്നെ നമ്മൾ സ്ക്രാച്ച് ഒക്കെ ഓൾറെഡി മാറ്റി തരാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കിത്തെ ലെഫ്റ്റ് സൈഡത്തെ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട്, മരട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരാള് നമ്മൾ ഇത്രയും കാലത്തെ ഒരു പ്രയത്നത്തിൻ്റെയും എല്ലാത്തിനും ഇപ്പോൾ ഇവന് എനിക്ക് തോന്നുന്നു കളിക്കാരൻ 2.0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഇട്ടിട്ടുള്ളത്. ചിലപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലും അങ്ങനെ തന്നെ ആയിരിക്കാം. യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർക്കും പൈസ മാനത്തു നിന്ന് പൊട്ടി വീഴൊന്നുമല്ല, എല്ലാവർക്കും കഷ്ടപ്പെട്ടിട്ടാണ്. അത് ചിലവർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ഒരു ചാനൽ നടത്തുമ്പോൾ ഭയങ്കര ഈസി അല്ലേ, പെട്ടെന്ന് പൈസ കിട്ടും, അതിനൊന്നും വലിയ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. ഈ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഇടുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറാണ്, അതല്ല നമ്മൾ സംസാരിക്കാൻ വന്നത്. പക്ഷേ ഏതൊരുത്തനായിക്കോട്ടെ, യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളായിക്കോട്ടെ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളായിക്കോട്ടെ, ബിസിനസ്സുകാരനായിക്കോട്ടെ, 31 ലക്ഷം രൂപ വില വരുന്നൊരു കാറ്, 31 ലക്ഷം രൂപ വില വരുന്നൊരു കാറ് നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ട് ചില ഈ ആണുങ്ങളുടെ സമയത്തോളം ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു പ്രായം ആകുമ്പോഴെന്നല്ല,
ചെറുപ്പത്തിലേ തൊട്ട് ഈ കാറിനോടും ഫോണിനോടും ബൈക്കിനോടൊക്കെ ഭയങ്കരമായിട്ട് ക്രേസ് ഉണ്ടാവും. അത് ഉള്ളതാണ്. അപ്പോൾ ഒരു കാർ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. അത് ആ ദിവസം എത്തുന്ന വരെ അങ്ങോട്ട് പോകുന്നവരൊക്കെ നമുക്ക് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാർ എടുക്കാൻ പോയിട്ട് ചെന്ന് കാണുമ്പോൾ അതിൽ നിറച്ച് സ്ക്രാച്ചുകളും കാര്യങ്ങളും. ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ സ്ക്രാച്ച് ആയി തന്നെ നമ്മൾ ഉള്ളിൽ പൊള്ളും. എന്നിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റ് കാണിക്കും. ഇതൊക്കെ ചോദിച്ചപ്പോൾ ഒരു കർട്ടൻ റൈസർ ഇല്ല. നമ്മളിതൊക്കെ എല്ലാം നമ്മളൊരു മനസ്സ് സന്തോഷിക്കുന്നത് ഇങ്ങനെ കർട്ടൻ റൈസറൊക്കെ പൊക്കിയ ആൾക്കാർ 1-2 പേരൊക്കെ കണ്ട് അവരൊന്ന് നീ അത് വാങ്ങിച്ചില്ലടാ എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുക. അതൊക്കെയാണ് നമ്മളൊരു എനർജി. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടായിട്ട് അവിടെ പ്രശ്നങ്ങളായി. എന്നിട്ട് ആ വിഷ്വൽസ് നിങ്ങൾ കാണുന്നു നോക്കുക. ആൾക്കാർ ചെന്ന് ഇടിക്കാനൊക്കെ പോവാണ്. ഞാനൊരു പോയിന്റ് പറയട്ടെ, നമ്മൾ അവിടുത്തെ അവരുടെ ഭാഗം എന്താണെന്ന് കേട്ടിട്ടില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു കസ്റ്റമർ വന്ന് അവിടെ ഭയങ്കര അലമ്പുണ്ടാക്കിയാൽ പോലും അവർക്ക് വണ്ടി കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരാൾക്ക് ഞാൻ വണ്ടി കൊടുക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഡീലാക്കി ചെയ്യുക. ഇത് തനി ഗുണ്ടകളെ പോലെ പെരുമാറിയിട്ട് എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കോളേജിലൊക്കെ ഇടി നടക്കില്ലേ, നമുക്ക് എന്താ എങ്ങനെയാ എന്നൊക്കെ ഒന്നും അറിയാത്ത രീതിയിലുള്ളൊരു ഇടിയുണ്ട്. ഒരു വണ്ണുള്ളൊരു പയ്യനൊക്കെ ഭയങ്കരമായിട്ട് ഷോ കാണിച്ചു വരാം. എൻ്റെ വരവ് കണ്ടാൽ തന്നെ അറിയാൻ ഇടിക്കാനൊന്നും വരില്ല. അത് അവസാനം വരെ നിന്നിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ. എല്ലാവരും തടയിനാണ്ടപ്പോൾ ഭയങ്കര ഷോ കാണിക്കുന്നതാണെന്ന് തോന്നും. പക്ഷേ കോളേജിലും സ്കൂളിലൊക്കെ എങ്ങനെ ഒരു തല്ല് നടക്കുന്നു ആ ഒരു ലെവലിൽ ആ ഒരു എന്താ പറയുക ലുക്കിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. നമ്മളൊരു പ്രൊഫഷണലായിട്ടൊരു ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ വണ്ടി എടുക്കാൻ വന്ന ആൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു, ഇവൻ്റെ ഭാഗത്ത് തെളിവുണ്ടേ, ഇവൻ്റെ വണ്ടി സ്ക്രാച്ചായിട്ട് ഇവനെ മര്യാദയ്ക്ക് രീതിക്കല്ല ചെയ്തിട്ടുള്ളത്, കട്ടർ റേസറില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റേസ് ആവാനുള്ള അധികാരം അവനുണ്ട്. കാരണം അവൻ്റെ വിയർപ്പുകൊണ്ടാണ് അവൻ ആ വണ്ടി വാങ്ങിയത്. അവൻ അതിനുള്ള വിഷമം ഉണ്ടാവും. സോ അവിടെ അവൻ അലമ്പുണ്ടാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ പരിധി വിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവരെല്ലാവരും കൂടി അടിക്കാൻ വന്നത്. എന്ത് തന്നെയാലും അവനെ ന്യായീകരിക്കുന്ന ഇല്ല, അവൻ എന്താ പറഞ്ഞതെന്നുള്ളതും അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് ഇത്ര റേസ് ആവാനുള്ള കാരണം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഈ എംപ്ലോയീസ്. പക്ഷെ എന്ത് തന്നെ ആയാലും ഒരു പ്രൊഫഷണലായിട്ട് മാനേജ്മെൻറ്റ് കൊണ്ടുനടക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു അലമ്പുണ്ടാവില്ല. അഥവാ ഒരാളായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ അയാളായിട്ട് എന്തെങ്കിലും തല്ലുണ്ടായി അതങ്ങനെ അവസാനിക്കും എന്നല്ലാതെ ഒരു പ്രാവശ്യം രണ്ടാമത് മാനേജർ വിളിച്ചിട്ട് പോയിട്ട് പ്രശ്നം തീർക്കുകയും ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടാവില്ല. അതിൻ്റെ അത് ഈവൻ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അമ്പേ പരാജയമാണ് അത് കാണിക്കുന്നത്. നമുക്ക് എനിക്ക് കുറേ സബ്ജക്റ്റുകൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഈ വീഡിയോ തന്നെ ചെയ്യണം ഉണ്ടായത് ഇതിപ്പോൾ ഞാൻ കണ്ടിരിക്കുമ്പോൾ അത്ര വലിയ ഒരു 8 മണിക്കൂറായിട്ടുള്ളൂ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ വലിയൊരു ഒരു സ്പ്രെഡ് ആവേണ്ട ആളായിരിക്കണമില്ല ഇവൻ. ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊരു ന്യൂസ് പ്രാധാന്യം കിട്ടണമെന്നില്ല ഇതിന്. സോ മാക്സിമം എന്നെക്കൊണ്ടാവുന്നു. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്കാണ് ഉണ്ടാവണമെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക മനസ്സ് തകർന്നു പോകും. അത് 31 ലക്ഷം രൂപ വരെ വണ്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് ഒരു 6 ലക്ഷം രൂപ വരെ വണ്ടിയാണ് വാങ്ങിച്ചത്. സെക്കൻഡ് ഹാൻഡ് ടൊയോട്ട ഇറ്റിയോസാണ്. ആ വണ്ടിക്ക് ഇതുപോലെ സംഭവിച്ചിരുന്നാൽ പോലും ഞാൻ ചങ്ക് തകർന്നു തന്നെ. അപ്പോൾ ഫ്രഷ് ആയിട്ടൊരു വണ്ടി എടുക്കണം. അതും ഞാൻ ആ ടൊയോട്ട ഇറ്റിയോസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ആ വണ്ടിയുടെ റിവ്യൂ കാണൽ, യൂസ് ചെയ്ത ആൾക്കാരെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ്, എക്സ്റ്റീരിയൽ എങ്ങനെയാണെന്നൊക്കെ ആ കാലത്ത് 2017 മോഡലത്തെ വണ്ടിയാണ്. ആ കാലത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ V6 പോലത്തെ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ, അതിൻ്റെ എന്തൊക്കെയായിരുന്നു ടെക്നിക്കുകൾ, എന്താണ് ഫീച്ചേഴ്സ്, സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കി കൊതിച്ച് വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ളല്ലോ ഒരു ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. അപ്പോൾ ഇത് മരടിലത്തെ ഒരു ഇതാണ്. ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിലും പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. കേസിൻ്റെ വഴിക്ക് പോവും. ഇവന്മാർക്ക് ഈ തല്ല് പിടിക്കുന്ന ആൾക്കാർക്ക് ഒരു ആ നേരത്തുള്ളൊരു ഇതിലായിരിക്കും. പക്ഷേ കേസൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതൊന്നും അങ്ങനെ ജയിലിൽ കിടന്ന് നരയിക്കാനുള്ള കേസൊന്നുമല്ല. പക്ഷെ നിങ്ങൾ മെനക്കിട്ട് അതിൻ്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്ത് വരും. നിങ്ങളെങ്ങനെയെങ്കിലും ഈ സാധനം അവസാനിപ്പിച്ച് കിട്ടണേന്ന് വിചാരിക്കും. കാരണം വെച്ചാൽ ഇതിങ്ങനെ നീണ്ട് പോകും. ഒരു കേസായി കഴിഞ്ഞ്, ഒരു തല്ല് കേസായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹിയറിങ്ങിനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് പുറത്തു പോകാനൊന്നും പറ്റില്ല. നമ്മൾ അഥവാ പോയി 1-2 ഹിയറിങ് കഴിയുമ്പോൾ അത് വാറണ്ടായി മാറും അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടാകുമ്പോൾ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
നമ്മൾ പറഞ്ഞ അവൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ഒരു മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ, ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു സർവീസും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇത് വളരെ വളരെ ശരിക്കും പ്രതികരിക്കേണ്ട കേസാണ്. ആ എന്താ വാലിയാത്ത് അങ്ങനത്തെ മഹീന്ദ്രയാണ് മരടിൽ പറയുന്നത്. അവിടേക്കൊന്നും ഒരു മനുഷ്യൻ പോകരുത്, ഒരിക്കലും പോകരുത്. ഇങ്ങനെ ഒരു കസ്റ്റമർ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും, ഇനി ഇവൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റുന്നെങ്കിൽ പോലും ഇങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇനി അഥവാ ഒരാൾ ഇപ്പോൾ ഇവൻ എന്തെങ്കിലും തെറി വിളിക്കുകയോ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ തന്തയ്ക്കോ തള്ളയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടാവും. പിള്ളേരല്ലേ, ഇതും പിള്ളേർ തന്നെയല്ലേ, ചിലപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വിളിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ തമ്മിൽ ഒരാൾ തമ്മിൽ അടി ഉണ്ടായാൽ പോലും മാനേജർ വന്ന് അത് ക്ലിയർ ചെയ്ത് മാറ്റി, ഇനി അവൻ്റെ ഭാഗത്തായാലും ഇവൻ്റെ ഭാഗത്തായാലും തെറ്റാണെങ്കിൽ അത് മാറ്റി ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇതാ മറ്റേ സ്കൂൾ അടി ഉണ്ടാകുന്നത് ആ രാജ്യം മൊത്തം ആൾക്കാർ അതിൻ്റെ കൂടെ നിന്നിട്ട് അടിക്കുക. തല്ലുകൊണ്ടിട്ടില്ല, അത് ഞാൻ പറഞ്ഞത്. ഇവനും കൂട്ടുകാരും കുടുംബവും മാത്രം ഉണ്ടായിട്ടും പക്ഷെ തല്ലുകൊള്ളണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ കാണുമ്പോൾ എന്തോ ഇടി പൊളിച്ച് തകർത്ത് എന്നുള്ള ലെവലിലാണ് അതിലിരിക്കുന്നത്. സോ അപ്പോൾ ഈ സ്ഥലത്ത് പക്ഷെ എന്നിട്ട് പറഞ്ഞു ഒരാൾ ആ ഷോറൂമിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നേ പറ്റുള്ളൂ. അത് അവൻ്റെ മാന്യത. ഈ കണ്ടിട്ടും വളരെ ജെന്യൂനായിട്ട് തോന്നി. ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം സ്പ്രെഡ് ചെയ്യുക. കാരണം വെച്ചാൽ ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് വരുന്ന ഒരാൾക്ക് ഒരു തെറ്റ് പറ്റരുത്. കാർ ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നീറ്റായിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഒരു ഹോട്ടലാകുമ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമാവേണ്ട ടേസ്റ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് ഇഷ്ടമില്ല. നിങ്ങളെന്താ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്, നിങ്ങളെന്താ എരിവ് കൂട്ടിയേക്കണേ, നിങ്ങളെന്താ ഉപ്പിടുക, അത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കണമെന്നില്ല പല കാര്യങ്ങളും. ചിലപ്പോൾ ക്ലീനിങ്ങിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടാവാം. പക്ഷേ ഒരു കാർ ഷോറൂമിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് വളരെ റെയറാണ്. ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നാൽ പോലും അത് പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം വെച്ചാൽ ഒരു വലിയ കമ്പനിയാണ് നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ വന്നത് വളരെ നിർഭാഗ്യകരമാണ്. ആ മാനേജർ അമ്പേ പരാജയമാണ്. അവിടെ അവരുടെ ഇപ്പോൾ ആ തുണിയൊക്കെ കാണിക്കുന്ന ഒരു ചെക്കനുണ്ട്, അവൻ്റെ മുഖം കണ്ടറിയാം വളരെ ലോക്കൽ മനുഷ്യനാണ്, അത്രയും ലോക്കലാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ലത്. അതുമാത്രമല്ല ഒരാണിൻ്റെ വലിയൊരു സ്വപ്നമാണ് ഒരു വണ്ടി എടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വളരെ റിവ്യൂ ഒക്കെ എടുത്ത്, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, കസ്റ്റമർ റിവ്യൂസ്, ഗൂഗിൾ റിവ്യൂസ് എല്ലാം എടുത്ത് പ്രോപ്പറായിരിക്കുന്ന സ്ഥലത്ത് മാത്രം പോയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പ്രത്യേകിച്ച് ഈ സ്ഥലം ഞാൻ ആ വീഡിയോ കറക്റ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൽ കറക്റ്റ് അറിയാം. മരടിലത്തെ വലയത്തോ അങ്ങനെ പറഞ്ഞൊരു മഹീന്ദ്ര ഷോറൂമാണ്. സോ ഒരിക്കലും അങ്ങോട്ട് പോവാതിരിക്കുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരാളുടെ കച്ചവടം കൂട്ടുന്നതിൻ്റെ കേസല്ല. മഹീന്ദ്ര എന്തായാലും വളർന്നോളും. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവം ഇതാണ്. അവർ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. അല്ലാതെ ഇവിടെ ഒന്നും അത് ജോലി ചെയ്യാനുള്ളൊരു യോഗ്യത അവർക്കില്ല. സോ മാക്സിമം ആളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പ്രെഡ് ചെയ്യുക. ആ അഹങ്കാരം അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇവനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പോലീസുകാർ അവർ ചെക്ക് ചെയ്യുമ്പോൾ അത് എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ളത് മാറ്റി കൊടുക്കണം. പക്ഷെ അവർ ചെയ്തത് ശരിയല്ല. നമ്മളൊരാളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ അവരെയും ഇവരെല്ലാവരെയും ഭാഗം സംസാരിക്കേണ്ടതാണ്. പക്ഷെ ഇത് ചെയ്തത് വളരെ മോശമായിപ്പോയി.